Hello guys, welcome back to our channel Caro Architecture Studio. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലെൻഡർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിടാം, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള ചെറിയൊരു ടോപ്പിക്കാണ്. ഈ വീഡിയോ നവംബർ 2024 സംസാരിക്കുന്നത്. സോ ഇന്ന് ലേറ്റസ്റ്റ് വെർഷൻ ബ്ലെൻഡർ 4.3 ആണ്. ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് 4.3. സോ ഞാനത് അതിന്റെ ഒരു ഇന്റർഫേസിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. സോ നമുക്കത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യം നിങ്ങൾ എന്താ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് ബ്രൗസറിലേക്ക് പോവുക. നമ്മൾ blender.org എന്നുള്ള സൈറ്റിലേക്ക് പോവുക. blender.org. ഓക്കെ, blender.org ചെന്നാൽ നമുക്ക് ഗൂഗിളിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് ഒരു സൈറ്റ് വരും, blender.org എന്ന് പറഞ്ഞിട്ടുള്ള ഈ സൈറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അല്ലാണ്ട് തന്നെ ഇവിടെ ഡൗൺലോഡിന് ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാൽ നമ്മളൊരു ഡിഫോൾട്ട് രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ ഇതാണ് blender.org. ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡറിന്റെ ഹോം പേജിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഓപ്ഷനിൽ ഇവിടെ തന്നെ അവർ തന്നിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എവിടെയും ചെയ്യാം. ഒരുപക്ഷെ ചില സമയങ്ങളിൽ ഇവിടെ കാണണമെന്നില്ല. മറ്റുള്ള വേറെ എന്തെങ്കിലും ബ്ലെൻഡറിന്റെ മറ്റെന്തെങ്കിലും ഫീച്ചേഴ്സും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ഏറ്റവും നോർമൽ വേ ഇവിടെ ഡൗൺലോഡ് മെനുവിൽ വന്നിട്ടുണ്ട്. മെനുവിലുള്ള ഡൗൺലോഡിൽ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ബ്ലെൻഡർ 4.3 എന്ന് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലെൻഡറിന്റെ ഡൗൺലോഡ് പേജിലേക്ക് പോകും. കൂടാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പഴയ വെർഷൻസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾ വിൻഡോസോ, ഞാനിപ്പോൾ ഡിഫോൾട്ട് വിൻഡോസ് എടുക്കുന്നത്, നിങ്ങൾ മാക്കോ ലിനക്സോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ അത് വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ വിൻഡോസിന്റെ തന്നെ പോർട്ടബിൾ സിപ്പ് ഫയലായിട്ട് നമുക്ക് ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇത്. അതായത് നമ്മൾ പെൻഡ്രൈവിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫയൽ പോലെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ ഗെയിമൊക്കെ കളിച്ചുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ചില ഗെയിമിംഗ് ഫയൽ കിട്ടാറുണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് അതിലെ ഗെയിമിങ്ങിന്റെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗെയിം ലോഞ്ച് ആവും. ഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന, അതാണ് ഇവിടെ പോർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. സെയിം അതുപോലെ തന്നെ ബ്ലെൻഡർ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡർ ഓപ്പൺ ആവും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്, സിപ്പ് ഫയൽ. പക്ഷെ ഞാനത് അത്ര റെക്കമെൻഡ് ചെയ്യണില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് നോർമൽ ഇൻസ്റ്റാളേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഒരു മറ്റു ആവശ്യങ്ങൾക്ക് പോർട്ടബിൾ ആയുള്ള സമയങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ എടുത്തു വെക്കാം. സോ അത് ഡിപ്പെൻസ് ആണ്. നോർമൽ വേ നമ്മൾ നോർമൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യലാണ്. അതല്ലാത്ത മാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. സോ നമ്മൾ വിൻഡോസ് യൂസേഴ്സ് ഇവിടെ വന്ന് വിൻഡോസ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിഫോൾട്ട് ആയിട്ട് ഓട്ടോമാറ്റിക് ഇത് ഡിറ്റക്ട് ചെയ്യും. നമ്മൾ വിൻഡോസ് യൂസർ ആണെങ്കിൽ അത് വിൻഡോസ് ഇവിടെ ഓട്ടോമാറ്റിക് വരും. സോ നമ്മൾ ഇവിടെ ഒരുപക്ഷെ ലിനക്സും ആപ്പിളൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്ത് ഇവിടെ അതാവും വരുന്നുണ്ടാവാം. നമ്മൾ വിൻഡോസ് ആയതുകൊണ്ട് അത് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. സോ വിൻഡോസ് ഇവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് വേറെ മെത്തേഡും ചെയ്യാനില്ല. ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്ത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു സംഭവം വരും. അപ്പൊ നമുക്ക് എവിടെ നമ്മുടെ ലൊക്കേഷൻ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലേക്കാണ് ഡൗൺലോഡ് എടുക്കുന്നത്. സേവ് അടിക്കുന്നു. സോ എന്റെ ബ്ലെൻഡർ 4.3 ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ ബ്ലെൻഡർ 4.3 ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. സോ എനിക്കത് ഇനി വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾ എന്തായാലും ഫുൾ കംപ്ലീറ്റ് ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് ബ്ലെൻഡറിന്റെ ബാക്കി ഇൻസ്റ്റാളേഷൻ മെത്തേഡ് ഞാൻ കാണിക്കുന്നത്. എനിക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഫയൽ ഉണ്ട്. സോ ഞാൻ ഇതിവിടെ ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. സോ ഇതാണ് നമ്മൾ ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്ത ഫയല്. ആ ഫയൽ ഞാൻ എൻ്റെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത് അവിടെ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ഡയലോഗ് ബോക്സ് വരും. അതിൽ വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെറ്റ് ഫയലിലേക്ക് വരികയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അക്സെപ്റ്റ് കൊടുക്കുന്നു. ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞങ്ങൾക്ക് വായിക്കാം. ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ എവിടെയാണ് ഇൻസ്റ്റാളേഷൻ ലൊക്കേഷൻ ചോദിക്കുന്നു. നമ്മൾ നോർമൽ നമുക്ക് സ്പേസ് ഉണ്ട്, സി ഡ്രൈവിൽ തന്നെ നോർമൽ ആയിട്ട് മുന്നോട്ട് പോവാണ്. നെക്സ്റ്റ് അടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യാണ്. സോ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മുടെ സ്റ്റോറിനെ ചോദിക്കും. സോ ഞാനത് എസ് അടിച്ചു. അപ്പോൾ അതിന്റെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് നമ്മൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്.
യെസ്, അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. യെസ്, ഇവിടെ നമുക്ക് ഫിനിഷ് ആണ് ചോദിക്കുന്നത്, നമ്മൾ ഫിനിഷ് ചെയ്തു. സോ നമ്മൾ ബ്ലെൻഡർ ഇൻസ്റ്റാൾ, ഐ മീൻ എല്ലാം ഡൗൺലോഡ് ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലെൻഡർ വെർഷൻ 4.3 വന്നിട്ട് ഒരു പുതിയ ഐക്കൺ വന്നിട്ടുണ്ട്. ഞാനത് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഇതെന്റെ സെക്കൻഡ് സ്ക്രീനിലാണ് ഓപ്പൺ ആവാൻ ചാൻസ് ബ്ലെൻഡർ. സോ പ്രൈമറി സ്ക്രീനിലേക്ക് ഞാനത് മൂവ് ചെയ്ത് കൊണ്ടുവരും. സോ ഫസ്റ്റ് ബ്ലെൻഡർ ഞാൻ എന്തായാലും ലോഞ്ച് ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ സെക്കൻഡ് സ്ക്രീനിൽ ലോഡ് ആയിട്ടുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനത് പ്രൈമറി സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലെൻഡറിന്റെ നമ്മൾ ഫസ്റ്റ് വൺസ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന സ്ക്രീൻ ഇങ്ങനെയാണ്. ഇതിൽ ഈ ഒരു ഭാഗത്തിന് സ്പ്ലാഷ് സ്ക്രീൻ എന്ന് പറയും. ഇതിൽ പഴയ വെർഷൻ യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അതിലെ സെറ്റിങ്സും മറ്റെല്ലാം നമ്മുടെ കസ്റ്റമൈസ് ചെയ്ത വ്യൂ പോർട്ട് എല്ലാം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. എൻ്റെ 4.2 ഉണ്ടായിരുന്നു. സോ അതിലെ പ്രിഫറൻസ് ഇമ്പോർട്ട് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ആൻഡ് നെക്സ്റ്റ് വൺ, പുതിയ പ്രിഫറൻസ്. നിങ്ങൾ ഇത് ഈ ഒരു വർഷം പഴയ വെർഷൻ ഇല്ലാത്തവർക്ക് ഒരു പക്ഷേ ഈ ഓപ്ഷൻ വരില്ല. നിങ്ങൾ പുതിയതായി ഇൻസ്റ്റാൾ ചെയ്ത ആളുകളാണെങ്കിൽ നേരെ ഇത് ഇങ്ങനെയാവും വരുന്നുണ്ടാവുക. അതിൽ ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് ഏത് വേണം, തീം ഏത് വേണം, ഷോർട്ട് കട്ട്സ് ഏത് യൂസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്തു. ബ്ലെൻഡറിലെ കുറെ തീം ഉണ്ട്, അതിൽ ഡിഫോൾട്ട് തീം ബ്ലെൻഡർ ഡാർക്കിന് യൂസ് ചെയ്തു. പിന്നെ അതുപോലെ കീ മാപ്പ്, ഇതിൽ ഒരു 3 ഓപ്ഷൻ വരുന്നുണ്ട്. ബ്ലെൻഡറിന്റെ തന്നെ നമ്മൾ കീ മാപ്പ് യൂസ് ചെയ്യാണ്. കുറച്ച് മുന്നേ TEDx മാക്സിലെ ഇത് യൂസ് ചെയ്യണം, അതുപോലെ മറ്റുള്ളതൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ 3 വരുന്നുള്ളൂ. ഇതിൽ ബ്ലെൻഡ് 2.7 എന്നുള്ള സംഭവം വരുന്നത് കുറെ പഴയ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പഴയ യൂസേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമ്മൾ ബ്ലെൻഡറിന്റെ ഇതായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് നോർമലി. പിന്നെ അതുപോലെ മൗസ് സെലക്ഷൻ ബട്ടൺ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ. പണ്ട് അതുപോലെ ബ്ലെൻഡറിൽ റൈറ്റിലായിരുന്നു വന്നിരുന്നത് സെലക്ഷൻ ബട്ടൺ. ഇപ്പൊ മൗസിന്റെ ലെഫ്റ്റ് തന്നെയാണ് നോർമൽ എല്ലാ സോഫ്റ്റ്വെയർസിനും പോലെ. സോ അത് അങ്ങനെ തന്നെ ഡിഫോൾട്ട് ആയിട്ട് കിടക്കട്ടെ. പിന്നെ സ്പേസ് ബാർ ആക്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഒരു ടൈം ലൈനറിലെ അത് നമ്മൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആനിമേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൈം ലൈൻ ഇങ്ങനെ റൺ ആവും. സോ അത് റൺ ആവാൻ സ്പേസ് ബട്ടൺ ആണ് ഇപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ആക്ഷൻ നടക്കുക, പ്ലേ ആവാൻ. സോ അത് സ്പേസ് ബട്ടൺ അത് തന്നെയാണോ വേണ്ടത്, അത് ടൂൾസ് ആക്കണോ സെർച്ച് ആക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. നമ്മളിപ്പോ ഇവിടെ പ്രത്യേകിച്ച് മാറ്റം വരുത്തുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ മാറ്റാം, ഈ ഒരു ഓപ്ഷൻ മാത്രം. പ്ലേ, ഞാൻ എന്തായാലും തൽക്കാലം പ്ലേയിൽ മുന്നോട്ട് പോവാണ്. കാരണം എനിക്കത് റിമൂവ് ചെയ്യേണ്ടതുണ്ട്, ഞാനത് മാറ്റും. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് അറിയാണ്ട് എന്തെങ്കിലും സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആനിമേഷന്റെ എന്തെങ്കിലും ഇങ്ങനെ അടിയിൽ റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ പെർഫോമൻസിന് ബാധിക്കും. സോ നമുക്ക് ഈ സ്പേസ് അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലേ ബട്ടൺ എന്നുള്ള ആ ഒരു സംഭവം നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കളയണം. പകരം സ്പേസ് ബട്ടൺ ഡീആക്റ്റീവ് ആക്കിയാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് നമുക്ക് സ്പേസിന് കൊടുക്കാൻ പറ്റും. സോ തൽക്കാലം ഞാൻ സ്പേസിനെ അതായത് എൻ്റെ ഒരു ഫസ്റ്റ് ബിഗിനിങ് ലെവലിൽ ഞാൻ ഇതാ ഇവിടെ സേവ് ന്യൂ പ്രിഫറൻസ് കൊടുക്കുകയാണ്. ഓക്കെ, ഓക്കെ. ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നോർമൽ സ്പ്ലാഷ് സ്ക്രീൻ. അതായത് നമ്മൾ ബ്ലെൻഡർ ഒന്നിൽ കൂടുതൽ തവണ ഓപ്പൺ ചെയ്യുമ്പോൾ, ഐ മീൻ ഫസ്റ്റ് തവണ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞ സ്പ്ലാഷ് സ്ക്രീൻ വരുള്ളൂ. ഇമ്പോർട്ട് ഫ്രം ഓൾഡർ വെർഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവം വന്നില്ലേ. അപ്പൊ ആ ഒരു സ്പ്ലാഷ് സ്ക്രീൻ നമുക്ക് ഒരു തവണ വരുള്ളൂ, വൺസ് ആണ്. ഇത് നമുക്ക് എന്താ പറയാ, എപ്പോഴും നമ്മൾ എപ്പോൾ ലോഞ്ച് ചെയ്യുമ്പോഴും ബ്ലെൻഡർ ലോഞ്ച് ചെയ്യുമ്പോഴും ഫസ്റ്റ് വരുന്ന സ്പ്ലാഷ് സ്ക്രീൻ ആണ്. ഇതിൽ ഓൾറെഡി ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഓൾറെഡി എപ്പിസോഡ് 1 പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഇത് തന്നെയാണ് ഫസ്റ്റ് ഇൻട്രഡക്ഷൻ വരുന്നത്. എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഇത് ഈ ജനറലാണ് നമ്മൾ നോർമലി വർക്ക് ചെയ്യാൻ പോകുന്നത്. മറ്റുള്ളതെല്ലാം 2D ഗ്രാഫിക്, 2D ആനിമേഷനും സ്കൾപ്ചറും VFX ഒക്കെ ചെയ്യാനുള്ള ടെംപ്ലേറ്റ്സ് ആണ് ഇത് വരുന്നത്. സോ നമ്മുടെ കാറ്റഗറി ജനറൽ ആണ്. പിന്നെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഓപ്പൺ, നമ്മൾ പഴയ ഏതെങ്കിലും പുതിയൊരു ഐ മീൻ ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ, നമ്മൾ പ്രൊജക്ട് എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഫയലുമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ റീകവർ, നമ്മൾ എന്തെങ്കിലും ഫയൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ക്രാഷ് ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് റീകവർ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഇതും നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതിലുള്ള എല്ലാ ഓപ്ഷനും നമുക്ക് പുറത്തുണ്ട് ഓൾറെഡി. സോ നമ്മൾ ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയാലും ഇവിടെ പുറത്ത് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്താലും ജനറലിൽ തന്നെയാണ് വരുന്നത്. അല്ലാത്തത് എന്തെങ്കിലും നമുക്ക് വേണമെന്ന് 2D കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഒരു ടെംപ്ലേറ്റിലേക്കാണ് പോവുക. ഇപ്പൊ നമ്മൾ ജനറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ പുറത്ത് ക്ലിക്ക് ചെയ്താലും സെയിം ഒരേ ഒരു ജനറലിലേക്ക് തന്നെ എത്തുക. പിന്നെ ഇതെല്ലാം നമ്മളെ ലേറ്റസ്റ്റ് ഒരു 5 റീസെന്റ് ഫയൽസ് ഉണ്ട്, പ്രൊജക്ട്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം.
അതുപോലെ ഡൊണേറ്റ്, ഓഫ് കോഴ്സ് ഡൊണേഷൻ ഫ്രീ വേർസ് ഓപ്ഷൻ ആണ്. നമ്മൾ ഡൊണേഷനിലാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ ഭാവിയിൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പരിഗണിക്കുക. ആൻഡ് നമുക്ക് പുതിയ എന്താണോ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ വന്ന അപ്ഡേറ്റ്സിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസറിൽ പോയിട്ട് അവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരും. ഇന്നത്തെ പുതിയ അപ്ഡേറ്റ്സിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം എന്നാണ്. സോ നമുക്ക് ഇപ്പോൾ ഏറ്റവും ബേസിക്കലി ജനറൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ജനറൽ ക്ലിക്ക് ചെയ്തു, മുന്നോട്ട് വന്നു. ഇപ്പോൾ നമ്മൾ വ്യൂ പോർട്ടിലെത്തി. ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി എപ്പിസോഡ് 1 വ്യൂ പോർട്ടിനെ കുറിച്ച് പരിചയപ്പെടുത്തി വരുന്നുണ്ട്. അതിന്റെ ഇൻട്രൊഡക്ഷന്റെ എപ്പിസോഡ് 2 ഉടൻ ഇതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ആയി, നിങ്ങളെ കമ്പ്യൂട്ടറിൽ ബ്ലെൻഡർ ഇൻസ്റ്റാൾ ആയി, നിങ്ങൾ സക്സസ്ഫുള്ളി ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷന്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പുതിയ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വഴി മുന്നോട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരാം. നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മൾ ബ്ലെൻഡറിന്റെ ആർക്കിടെക്ചർ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടുള്ള ബ്ലെൻഡർ ക്ലാസ്സുകളാണ് നമ്മുടെ എപ്പിസോഡുകൾ വരുന്നത്. സോ ആ രീതിക്കുള്ള ബ്ലെൻഡർ ട്യൂട്ടോറിയലാവും നമ്മളെ ചാനലിൽ വരിക. അല്ലാണ്ട് നിങ്ങൾ ആനിമേഷനോ കാര്യങ്ങളോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് അതൊന്ന് ഓർക്കണം. നമ്മുടെ ആർക്കിടെക്ചർ ഫീൽഡുമായിട്ടുള്ള ഇന്റീരിയർ ഡിസൈനിങ് ഫീൽഡുമായിട്ടുള്ള ബ്ലെൻഡറിന്റെ യൂസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.